ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് ഗൂഗിൾ ഡയലറിലുള്ള രണ്ട് അടിപൊളി ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. പലർക്കും ഈ ഒരു ഓപ്ഷനെ കുറിച്ച് അറിയാം, കാരണം പണ്ട് മുൻപേ ഇറങ്ങിയ ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ അറിയാത്ത പലരും ഉണ്ട്, അതിൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ് പറഞ്ഞത്. രണ്ട് ഓപ്ഷൻസ് നിങ്ങളത് കണ്ടു നോക്കുക. അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരിക. വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുൻപ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ മൊബൈലില് ഗൂഗിൾ ഡയലറിലെ രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് പറയുന്നത്. അറിയാവുന്നവരാണെങ്കിൽ അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക, അറിയാത്തവർ മുഴുവനായിട്ടൊന്ന് കാണുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ ഡയലർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ഗൂഗിളിന്റെ തന്നെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഡയൽ പാഡ് ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് എല്ലാം ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. പല സെറ്റിംഗ്സുകളും ഇതിലുണ്ട്. നമ്മൾ ഗൂഗിൾ ഡയലർ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്ഡേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഗൂഗിൾ ഡയലർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കോൺടാക്ട് ലിസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഒരു 3 ഡോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മോർ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് കോളർ ഐ ഡി അനൗൺസ്മെന്റ് ആണ്. അതായത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. കാരണം നമ്മൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് അനൗൺസ് ചെയ്ത് നമ്മളെ അറിയിക്കും ആരാണ് വിളിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. ആദ്യം നമ്മുടെ ഓൾവേസ് ആണ്. ഞാൻ ഓൾവേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആര് നമ്മളെ വിളിക്കുകയാണെങ്കിലും നമുക്ക് അത് അനൗൺസ് ചെയ്ത് കേൾക്കാൻ സാധിക്കും. ഞാൻ അതാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് ഓൺലി വെൻ യൂസിങ് എ ഹെഡ്സെറ്റ്. നമ്മൾ എന്തെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മുടെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ നോക്കാനുള്ള നേരം കിട്ടില്ല. ആ സമയത്താണെങ്കിൽ ഓൺലി വെൻ ഐ യൂസിങ് എ ഹെഡ്സെറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നെവർ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെവർ കൊടുക്കാനും സാധിക്കും. ഈ ഒരു ഓപ്ഷൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്നത് നമ്മളൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് കോണ്ടാക്ട് റിംഗ് ടോൺസ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ കോണ്ടാക്ട് റിംഗ് ടോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാണോ വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് നിന്നാണ് വിളിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കോണ്ടാക്ട് ഇവിടെ കണ്ടില്ലേ ആഡ് കോണ്ടാക്ട് റിംഗ് ടോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് ഞാൻ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച 2 ആളുകളുടെ റിംഗ് ടോൺസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇതേപോലെ ആഡ് കോണ്ടാക്ട് റിംഗ് ടോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പെൻസിലിന്റെ ഐക്കൺ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഫയൽ മാനേജർ പോയിട്ട് നിങ്ങൾക്ക് ഏത് റിംഗ് ടോൺ വേണമെങ്കിലും അവിടെ സേവ് ചെയ്ത് വെച്ചാൽ എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലാസിക് തീംസിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഏത് തീമാണോ അല്ലെങ്കിൽ ഏത് റിംഗ് ടോൺ ആണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഞാനിവിടെ ഏതെങ്കിലും ഒരു റിംഗ് ടോൺ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഓപ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ കോൾ വരുന്ന സമയം നമുക്ക് കറക്റ്റ് മനസ്സിലായി. ഇനി രണ്ടാമത്തെ റിംഗ് ടോണിൽ ഇതേപോലെ തന്നെ ജസ്റ്റ് ആ പെന്നിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. ഞാൻ ആ പെന്നിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത റിംഗ് ടോൺ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളി ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും ചെയ്തു നോക്കുക.